ശിവശക്തി പുരസ്കാര സമർപ്പണ വേദിക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാന്യനായ അധ്യക്ഷന്റെ അനുമതിയോടെ ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി കൂടിയായ ശ്രീ ആദരണീയ വ്യക്തിത്വം ഗോപകുമാർ ആർ.കെ. സവിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമ്മുടെ വിശിഷ്ട അതിഥികളായി എത്തിയിരിക്കുന്നവർ, അവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ മറ്റൊരു തിരുവാതിര ഉത്സവം കൂടി ആഗതമായിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്. നമ്മളിവിടെ നടക്കുന്ന കലാപരിപാടികളായാലും മറ്റ് എന്ത് കാര്യങ്ങളായാലും ക്ഷേത്രത്തിന് അനുയോജ്യമായ രീതിയിൽ അതിൻ്റെ ദൈവികത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അത് നമ്മൾ നോട്ടീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ഈ അടിച്ചുപൊളി പരിപാടികൾക്കും അതിനൊന്നുമല്ല നമ്മൾ പ്രാധാന്യം നൽകുന്നത്. ക്ഷേത്ര ആചാരങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ ക്ഷേത്ര കലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കലാപരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് പലർക്കും എതിർപ്പൊക്കെ കാണും. കാരണം നമ്മുടെ ക്ഷേത്രത്തിൽ മാത്രം എന്താ ഇങ്ങനെ, മറ്റുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഇതിൽ നിന്ന് വ്യത്യസ്തമായ പരിപാടികളാണല്ലോ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പല സ്ഥലത്തുനിന്നും പരാതികളുണ്ടാകും. പക്ഷേ തുമ്പോട് ശ്രീ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ക്ഷേത്ര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഉത്സവകാലത്താണ് നമ്മുടെ ചിരകാല അഭിലാഷമായ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഒരു ശീവേലിപ്പുര, അതായത് പണ്ടൊക്കെ നമ്മൾ പറയുന്ന ആനക്കൊട്ടിൽ എന്നാണ്. ആ ആനക്കൊട്ടിലാണ് എഴുന്നള്ളത്ത് വരുമ്പോൾ ആനയെ അണിയിച്ചൊരുക്കി നിർത്തുന്നത്. അത് മഹാക്ഷേത്രങ്ങളിലാണ് അങ്ങനെയുള്ള ആനക്കൊട്ടിലൊക്കെ ഉണ്ടായത്. നമ്മുടെ ക്ഷേത്രത്തിലും അങ്ങനെ വേണം എന്ന് ട്രസ്റ്റ് കമ്മിറ്റി തീരുമാനിക്കുകയും അതനുസരിച്ചാണ് നമ്മൾ ആനക്കൊട്ടിൽ പണികഴിപ്പിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് നമ്മൾ വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ തീരുമാനം, ക്ഷേത്രത്തിൽ ദർശനം നൽകുന്ന ആൾക്കാർക്ക്, ദർശനത്തിന് വരുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുക. അന്നദാന പ്രഭുവായ ശ്രീ പരമശിവന്റെ സന്നിധിയിലെത്തി ഭഗവാനെ തൊഴുത് വണങ്ങിപ്പോകുന്ന ഭക്തർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രാതൽപ്രസാദം എന്ന പദ്ധതി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ മേടം 1 മുതലാണ് നമ്മൾ തുടങ്ങിയത്. അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ ഭക്തരായ ജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണത്തിനുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഇതിൽ എല്ലാവരും ഭാഗമാക്കണം, ആവണം. കാരണം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വിഹിതം മഹാദേവന് നൽകുക. അതായത് ഒരു നേരത്തെ അന്നം നൽകുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ഈടാക്കുന്നത്, ഒരു ദിവസത്തെ അന്നത്തിന് ഈടാക്കുന്നത് 750 രൂപയാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ ചോറൂണ് നടക്കും, ജന്മദിനാഘോഷം നടക്കും, ആണ്ട് ആഘോഷങ്ങൾ നടക്കും.
അപ്പൊ ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾക്ക് ആ തുക നമ്മുടെ ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചാൽ നമ്മൾ ദിവസവും കൊടുക്കുന്ന ഒരു ദിവസത്തെ അന്നദാനം നിങ്ങളുടെ കണക്കായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഭക്തജനങ്ങൾ കൂടി സഹകരിച്ചാൽ മാത്രമേ നമുക്കിത് വിജയപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം, നമ്മൾ അന്നദാന പുര കെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പൈസയൊക്കെ പ്രശ്നമുണ്ട് എന്നുള്ളത് അല്ല, ഇതെല്ലാം കടമാണ്. കടം മേടിച്ചുകൊണ്ട് ഈ പലിശരഹിത വായ്പയായി ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മഹാദേവന്റെ അനുഗ്രഹത്താൽ ഇതെല്ലാം ഭംഗിയായി നടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചതാണ് യോഗ പീഠയാൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് തുമ്പോട് ശ്രീ മഹാദേവ ട്രസ്റ്റിന്റെ മഹാദേവന്റെ പേരിൽ ഗൗരി ശങ്കര പ്രസാദം എന്ന പേരിൽ നമ്മൾ ഒരുപാട് പേർക്കൊന്നുമില്ല, രണ്ടോ മൂന്നോ രോഗികൾക്ക് രോഗപീഠയാൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി ഒരു തുക കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചതാണ്. അത് ഈ വർഷവും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. കൊടുത്തത് ആർക്കാണെന്ന് അവരെ സ്റ്റേജിൽ കയറ്റി ഞാൻ രോഗിയാണ്, എന്റെ പൈസ ഞാൻ കൈപ്പറ്റുന്നു എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാവിലെ ഈ അസുഖം ബാധിച്ച മൂന്ന് പേർക്ക് നമ്മൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവരെ കൊടുക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങളുടെയും നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും എല്ലാം സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത് നടന്നു വരുന്നത് എന്ന് നമുക്ക് നല്ലപോലെ അറിയാം. ഇനിയും ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുമ്പോട്ട് വരണം. അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. മറ്റതെനിക്ക് വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ക്ഷേത്രത്തിലെ ഒരു മാതൃസമിതി പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാതൃസമിതിയാണ്. അപ്പൊ ആ മാതൃസമിതിയോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയുവാനുള്ളത്. അമ്മമാരുടെയും സഹോദരിമാരുടെയും പ്രവർത്തനങ്ങൾ, കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ക്ഷേത്രത്തിന്റെ വികസന കാര്യങ്ങളിലും മറ്റും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി സ്വാഗതം പറയുവാനുള്ളത് നമ്മുടെ ട്രസ്റ്റ് പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ അവർക്കാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തെ ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനത്തിൽ തന്റെ ജീവിതം തന്നെ ഇതിന്റെ ഈ ഈശ്വര ദൈവിക കാര്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. നമ്മുടെ ഈ നമ്മൾ വർഷം തോറും 3 വർഷമായി നമ്മൾ നൽകി വരുന്ന ശിവശക്തി പുരസ്കാരത്തിന് അതിനുള്ള ഒരു തുക ട്രസ്റ്റിന്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന സ്വാമി ശാന്തി പ്രസാദ് സാർ അവരുടെയാണ്. അദ്ദേഹത്തെ നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹം യോഗ ഗുരുവാണ്, ആധ്യാത്മിക പ്രഭാഷകനാണ്. അതിനുപരി സ്കൂൾ ഓഫ് ശാന്തി ഇന്റർനാഷണൽ, സ്വീഡൻ സ്കൂൾ ഓഫ് ശാന്തിന്റെ വഴുതക്കാട് തിരുവനന്തപുരം എന്നീ സ്ഥാപനങ്ങളുടെ മേധാവിയാണ് അദ്ദേഹം. അവിടെ യോഗ ക്ലാസ് നടക്കുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട് ഇപ്പോൾ നമ്മളെ നോട്ടീസ് കൊണ്ട് പോയായിരുന്നു. അപ്പോഴാണ് നല്ല നല്ല ചിട്ടയോടുകൂടി നല്ല രീതിയിലുള്ള യോഗ ക്ലാസ്സുകൾ അവിടെ നടക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സാറിനെ പോയി കണ്ടിരുന്നു. സാറ് വരണമെന്ന് പറയുമ്പോൾ സാറ് വരാം എന്ന് കേട്ടതാണ്. പക്ഷെ എന്തോ അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ വരാൻ സാധിച്ചില്ല. ഇത്തവണ നമ്മൾ ആദ്യമേ അദ്ദേഹത്തെ പോയി കണ്ടു. എന്ത് പ്രശ്നമായാലും ഞാൻ അവിടെ
അവിടെ എത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ തന്നെ അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനത്തിലെ ഈ ആധ്യാത്മിക സദസ്സിൽ പങ്കെടുക്കുകയാണ്. അദ്ദേഹത്തിന് ക്ഷേത്ര ട്രസ്റ്റിന്റെയും നിങ്ങളുടെയും പേരെ ആർദവമായി സ്വാഗതം ചെയ്യുക. അടുത്തത് നമ്മുടെ ഇതിന് മുഖ്യ പ്രഭാഷകനായി വന്നത് പ്രൊഫസർ ദേശികം രഘുനാഥൻ സാറാണ്. അദ്ദേഹം MG കോളേജിലെ പ്രൊഫസറായിരുന്നു, ചരിത്രാന്വേഷിയാണ്, പുരാവസ്തു ഗവേഷകനാണ്, എഴുത്തുകാരനാണ്, ഭാഷാ പണ്ഡിതനാണ്, ആത്മീയ അന്വേഷി, വാഗ്മി, അങ്ങനെ തുടങ്ങിയ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് നമുക്ക് മുഖ്യ പ്രഭാഷകനായിട്ട് ഒരാൾ വേണം എന്നിങ്ങനെ നമ്മൾ മനസ്സിൽ കണ്ടപ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് നമ്മൾ ഏതൊരു ഫംഗ്ഷന് പോയപ്പോൾ സാറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേക ഒരു അനുഭവം നമുക്ക് സാറിൽ നിന്നുണ്ടായി. അപ്പൊ നമ്മൾ സാറിനെ വിളിച്ചാൽ എന്താ എന്ന് വിളിച്ചപ്പോൾ യാതൊരു തടസ്സവും കൂടാതെ തന്നെ സാറിനെ പോയി കാണുകയും അതിന് നമ്മുടെ ബിജു പത്മനാഭൻ അവർ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം യാതൊരു വഴിയും പറഞ്ഞില്ല, കൃത്യമായി വിളിച്ചുകൊണ്ട് ഇന്ന് രാത്രി അദ്ദേഹത്തിന് വേറെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതും അദ്ദേഹം ക്യാൻസൽ ചെയ്തിട്ട് വേറെ ദിവസത്തേക്കാക്കി മാറ്റിയിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് നിങ്ങളുടെ പേരിലും ട്രസ്റ്റിന്റെ പേരിലും ഹാർദവുമായി സ്വാഗതം ചെയ്യുക. അടുത്തത് നമ്മുടെ കഴിഞ്ഞ 3 വർഷമായി നമ്മൾ നൽകുന്ന ശിവശക്തി പുരസ്കാരം. നമ്മുടെ ദേവന്റെയും ദേവിയുടെയും പേരിൽ വിവിധ മേഖലകളിൽ അതായത് സനാതന ധർമ്മ പരിപാലനാർത്ഥം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അവാർഡാണ്. അവാർഡ് എന്ന് പറയുന്നതല്ല, ഒരു പുരസ്കാരം. അത് കഴിഞ്ഞില്ലെങ്കിൽ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ തന്ത്രിക്കാണ് നമ്മൾ കൊടുത്തത്. അദ്ദേഹം ഒരു വിദ്യാലയം നടത്തുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിനെയാണ് നമ്മൾ കൊടുത്തത്. രണ്ടാമത് കൊടുത്തത് നമ്മളൊരു പുസ്തകത്തിനാണ് കൊടുത്തത്. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ആത്മകഥയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയ, ഒരു നോവൽ എഴുതിയ അദ്ദേഹത്തിനാണ് നമ്മൾ. ഇപ്രാവശ്യം നമ്മളിങ്ങനെ അവാർഡ് കമ്മിറ്റി കൂടിയപ്പോൾ നമ്മൾ ആർക്ക് കൊടുക്കും എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് യാദൃശ്യവശാൽ നമ്മൾ ആഴിമല, നിങ്ങളെല്ലാം പോയി കാണും, ആഴിമല ഗംഗാധരേശ്വര ക്ഷേത്രം നിങ്ങളെല്ലാം പോയി കാണും. ആ ശില്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണുന്നതാണ്. ആ ശില്പം നമ്മൾ അവിടെ പോയി നമ്മൾ ആ ശില്പം കണ്ടപ്പോഴത്തേക്ക് ഇതാരാണ് ചെയ്തത് എന്നിങ്ങനെ അന്വേഷിക്കുകയും അത് കഴിഞ്ഞ് ഇപ്പം ആ പ്രതിമയുടെ അടിയിൽ 2 നിലയില് ശിവപുരാണത്തെ ആസ്പദമാക്കിക്കൊണ്ട് വലിയ ഒരു പ്രതിമ എന്ന് പറയാൻ പറ്റില്ല, ഒരു കലാകാരന്റെ കഴിവ് സകലതും അവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി കാണണം. ആഴിമല ക്ഷേത്രത്തിന്റെ തൊട്ട് താഴെ 2 നിലകളായിട്ട് ചെയ്തു. അതുകൂടെ കണ്ടപ്പോൾ നമ്മൾ ഇത് ആരാണ് ചെയ്തത് അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അത് ചെയ്തത് ഡോക്ടർ PS ദേവദത്തൻ എന്ന ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് 31 വയസ്സേ ഉള്ളൂ എന്നറിയാൻ കഴിയും. അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പൊ പിന്നെ നമ്മളൊരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്, യവാദനെ കമ്മിറ്റി എടുത്തു. ആ കമ്മിറ്റി ഈ ഒരു പറഞ്ഞപ്പോൾ തന്നെ ആർക്കും എതിരഭിപ്രായമില്ല, എല്ലാവരുടെയും സപ്പോർട്ടിനു കൂടിയാണ് ഡോക്ടർ PS ദേവദത്തൻ അവരുടെ നമ്മൾ ഈ വർഷത്തെ ശിവശക്തി പുരസ്കാരം നൽകുവാൻ തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ അദ്ദേഹം തന്നെ സംസാരിക്കും. അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ ട്രസ്റ്റിന്റെ പേരിൽ നിങ്ങളുടെ പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുക. അടുത്തത് നമുക്ക് ആശംസകൾ അറിയിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ സഹോദരനായ ബിജു ശാരദ പത്മനാഭനാണ്. അദ്ദേഹം നമ്മളിൽ ഒരുവനാണ്. നമ്മുടെ എന്ത് പ്രശ്നങ്ങൾക്കും, എന്ത്
ക്ഷേത്രത്തിന്റെ എന്ത് പ്രശ്നങ്ങൾക്കും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ 1-ാം തീയതി തോറും നമ്മുടെ ആത്മീയ പഠന ക്ലാസ്സൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അതിൽ അദ്ദേഹം വന്ന് നിരവധി തവണ ക്ലാസ്സുകൾ എടുക്കുകയുണ്ടായി. നമ്മുടെ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഈ ആശംസ പ്രസംഗം നടത്തുന്നത്. അദ്ദേഹം അതീത മനഃശാസ്ത്ര ഗവേഷകനും എഴുത്തുകാരനും ഈ ESP പാരാമിഷൻ ചാനലിലേക്ക് പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഈ നിങ്ങളുടെ പേരിലും ക്ഷേത്ര ട്രസ്റ്റിന്റെ പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യും. അടുത്തത് നമ്മുടെ ഈ ക്ഷേത്ര തിരുവാതിര ഉത്സവ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ അനീഷിനാണ്. കഴിഞ്ഞ വർഷവും അദ്ദേഹമായിരുന്നു നമ്മുടെ ഉത്സവ കമ്മിറ്റി കൺവീനർ. വളരെ ഭംഗിയായി കാര്യങ്ങൾ ചിട്ടയോടുകൂടി കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്, എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുവാനും ഉള്ള കഴിവ്, അത് പറഞ്ഞറിയിക്കാൻ നിവർത്തിയില്ല. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്തവണയും അദ്ദേഹത്തിന്റെ കൺവീനറാക്കി. അദ്ദേഹം ഒരുപാടൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്നാലും അദ്ദേഹത്തിന് സപ്പോർട്ടായി ജോൺ ഗവർണറായി റെക്കും കൂടെ വന്നപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മുടെ ഉത്സവ പരിപാടികളും ഉത്സവം നടത്തിക്കൊണ്ട് ഗംഭീരമാക്കുവാൻ നമുക്ക് സാധിച്ചു. കാരണം അവർ രണ്ടുപേർക്കും ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ പേരിൽ ഉള്ള ഹാർദവുമായി സ്വാഗതം ചെയ്യുക. ഇനി നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. ഈ ട്രസ്റ്റ് കടപ്പെട്ടിരിക്കുന്നത് ഭക്തജനങ്ങളായ നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. കാരണം നമ്മുടെ ഈ ക്ഷേത്രത്തിലെ 4 ഉത്സവമാണ് ഒരു വർഷം നടക്കുന്നത്. ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര, നവരാത്രി 9 ദിവസം, പിന്നെ വിനായക ചതുർത്ഥി, പ്രതിഷ്ഠാവാർഷികം. വിനായക ചതുർത്ഥി എല്ലായിടത്തും ഉള്ളതാണ്. പ്രതിഷ്ഠാവാർഷികം. ഇങ്ങനെ 4 ഉത്സവമാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഈ 4 ഉത്സവത്തിനും നമ്മൾ നിങ്ങളെ സമീപിക്കാറുണ്ട്, കൈയഴിഞ്ഞ് സഹായിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി അങ്ങേയറ്റം നിൽക്കുന്നത് നിങ്ങളാണ്. നമ്മുടെ എനർജിയും നിങ്ങളാണ്. നിങ്ങൾക്ക് ഈ സദസ്സിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ക്ഷേത്ര ട്രസ്റ്റിന്റെ പേരിലും ഉത്സവ കമ്മിറ്റിയുടെ പേരിലും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി.